ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം ഇവിടെ പറയുന്നത്. എൻ്റെ പേര് ജോഷി. ഞാൻ കേരള പോലീസിൽ സൈബർ ഡിവിഷനിൽ പാലക്കാട് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇരിഞ്ഞാലക്കുട രൂപതാംഗം. എൻ്റെ ഭാര്യയും 3 മക്കളാണ് ഇവിടെ വന്നിട്ടുള്ളത്. എനിക്ക് മൂത്തത് 2 മക്കൾക്ക് ശേഷം മൂന്നാമതൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ യൂട്യൂബിൽ ഇവിടെ കേട്ടിരുന്നു കൃപാസനത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞ് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി ഓഗസ്റ്റ് 2023 ഓഗസ്റ്റിൽ എൻ്റെ വൈഫ് പ്രഗ്നൻ്റായി. ഞാൻ സെപ്റ്റംബർ മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പ്രഗ്നൻസിയിൽ 3-ാമത്തെ മാസം തൊട്ട് വൈഫിന് ഷുഗർ ആരംഭിച്ചു. ഷുഗറിന് ഗുളിക കഴിച്ച് കൺട്രോളായി തുടങ്ങി. 5-ാം മാസത്തെ സ്കാനിങ്ങിൽ കൊച്ചിന് വയറ്റിലും ലിവറിലും വെള്ളക്കെട്ടുണ്ടെന്ന് പറഞ്ഞു. അത് 4D സ്കാനിങ്ങിന് അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തുകൊണ്ട് ഞാനത് ഏകദേശം ഡിസംബർ മാസമായിരുന്നു. ഡിസംബറിൽ ഞാൻ ശബരിമല ഡ്യൂട്ടിയിലാണ്. ഞാൻ വൈഫിനോട് പറഞ്ഞു, നീ ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ മാതാവിനോട് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് കാം ആൻഡ് ക്വയറ്റായിട്ടാണ് ഞങ്ങൾ 4D സ്കാനിങ്ങിന് പോയി. 4D സ്കാനിങ്ങിൽ യാതൊരു കുഴപ്പമില്ല എന്ന് തെളിഞ്ഞു. അതിനുശേഷം അവിടെ നിന്ന് തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു, കൊച്ചിന് ചിലപ്പോൾ ജനിതക വൈകല്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാതാവിൻ്റെ ബ്ലഡ് ടെസ്റ്റിന് അയച്ചു. അതായത് ഗർഭസ്ഥ ശിശുവിൻ്റെ കോശങ്ങളെ വേർതിരിച്ച് അതിലെന്തെങ്കിലും ജനിതക വൈകല്യങ്ങളുണ്ടോ എന്നറിയാനായിട്ട് 25,000 രൂപയുടെ ടെസ്റ്റാണ്. ആ ടെസ്റ്റ് അവരവിടെ തൃശ്ശൂർ അമ്പാടി സ്കാനിങ് സെൻറ്ററിൽ അവിടെയാണ് ടെസ്റ്റ് ചെയ്തത്. അതവിടെ നിന്ന് അവർ ബോംബെക്ക് അയച്ചു. അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഞങ്ങൾ ഒരു ടെൻഷനും ഇല്ലാതെ, അല്ലെങ്കിൽ ഞങ്ങൾ വളരെയധികം ടെൻഷൻ അടിക്കേണ്ടതാണ്, ഒരു ടെൻഷനും ഇല്ലാതെ വളരെ ദൈവത്തിൽ ആശ്രയിച്ച് വളരെ സന്തോഷത്തോടെ ഞങ്ങളിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ആ റിസൾട്ടിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 7-ാം മാസത്തിലെ സ്കാനിങ് വന്നു. 7-ാം മാസത്തിലെ സ്കാനിങ്ങിൽ ഗർഭപാത്രത്തിൻ്റെ മുഖം ഡെലിവറി ആകാറായതുപോലെ ഡോക്ടർ പറഞ്ഞത്, ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത് ഏകദേശം 4 സെൻറ്റിമീറ്ററോളം ഗർഭപാത്രം തുറന്നിരിക്കുന്നതായിട്ടാണ്. അപ്പോൾ ഏകദേശം എപ്പോൾ വേണമെങ്കിലും കുഞ്ഞ് പുറത്തു വരാവുന്ന ഒരു ഇതിലാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ കുഞ്ഞിന് ശ്വാസകോശത്തിന് വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഇഞ്ചക്ഷൻ, പിന്നെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇഞ്ചക്ഷൻ എല്ലാം കൊടുത്തു. വേദന വരാതിരിക്കാനുള്ള ട്രിപ്പ് കൊടുത്തു. ഞങ്ങളെന്നാലും ഒരു ടെൻഷനും ഇല്ലാതെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ മാതാവിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളത് മുന്നോട്ട് പോയി. അതിനുശേഷം ഏകദേശം 9-ാം മാസം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സ്കാൻ റിപ്പോർട്ട് ചെയ്തു. വീണ്ടും 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സ്കാൻ റിപ്പോർട്ടിൽ ഗർഭാശയമുഖം അടഞ്ഞു തുടങ്ങിയതായിട്ട് കണ്ടു. 1 മാസം കൂടി കഴിഞ്ഞപ്പോൾ സാധാരണ പ്രഗ്നൻസിയുടേതുപോലെയായി. അതിനുശേഷം വീണ്ടും അമ്മയ്ക്കൊരു പ്രശ്നം ഉണ്ടായി, ലിവറിൽ പ്രോബ്ലം. അത് ഗുളിക കഴിച്ച് നിയന്ത്രണത്തിലായി. ഇത്രയും പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ, ഞാൻ ഉടമ്പടി എടുത്തതാണ്, ഞങ്ങൾക്ക് നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം മാതാവിനോട് ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് മാതാവാണ് നൽകുന്നതെങ്കിൽ എനിക്കൊരു സാക്ഷ്യം, ഒരു അടയാളം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവിനോട്. അങ്ങനെ സാധാരണ ഏപ്രിൽ മാസത്തിൽ നോർമൽ പ്രസവത്തിലൂടെ ഞങ്ങൾക്ക് നല്ലൊരു പെൺകുഞ്ഞിനെ നൽകി. ദൈവം അനുഗ്രഹിച്ചു. ആ പെൺകുഞ്ഞിനെ അന്ന് ഞാൻ കയ്യിലെടുത്തപ്പോൾ അവൾ എന്നെ കണ്ണുകളിലേക്കാണ് നോക്കിയത്. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് അവളുടെ കണ്ണുകളിൽ ഒരു നീല നിറം പോലെയാണ് തോന്നിയത്. എനിക്ക് മാതാവിൻ്റെ നിറം പോലെയാണ്. അവളുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, നീ തന്ന അടയാളം എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഇങ്ങനത്തെ ഒരു കണ്ണില്ല. നീ തന്ന അടയാളമാണെന്ന് ഞങ്ങൾക്കത് മനസ്സിലായി. മാതാവിന് 1000 നന്ദി. കൂടാതെ എൻ്റെ 2-ാമത്തെ മകന് അലർജി സംബന്ധമായ അസുഖങ്ങളുണ്ട്, ആസ്മ അലർജി സംബന്ധമായ അസുഖങ്ങളുണ്ട്. ഈ അലർജിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഉറക്കം കഴിയുമ്പോൾ ഏകദേശം പുലർച്ചെ 1 മണി 2 മണി അല്ലെങ്കിൽ 3 മണിക്കൊക്കെ ആയിരിക്കും നിർത്താതെ ചുമ പ്രശ്നങ്ങൾ ആരംഭിക്കുക. ഇത് കുറേ നാളായി ഞങ്ങൾ പല ഡോക്ടറെ കണ്ടു.
കുറവുണ്ടായിരുന്നില്ല. അത് ഭക്ഷണത്തിൻ്റെ ഇപ്പോൾ അലർജി ടെസ്റ്റ് ചെയ്തപ്പോൾ ചില ഭക്ഷണങ്ങളുടെ ആണ്, ചില പൊടികളുടെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഈ സമയങ്ങളുണ്ടാവുമ്പോൾ ഇങ്ങനെ ചുമ പുലർച്ചെ 1 മണിക്കോ അല്ലെങ്കിൽ 3 മണിക്കോ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുറച്ച് ഉപ്പും തേനും ചാലിച്ച് കൊടുക്കും. അങ്ങനെ കുറച്ച് നാൾ കൊടുത്തു. ഇപ്പോൾ തീർത്തും അതും മാറിയിരിക്കുന്നു. ഒരു കുഴപ്പമില്ല. എന്ത് ഭക്ഷണം കഴിച്ചാലും എന്ത് പ്രശ്നം കഴിഞ്ഞാലും പുലർച്ചെയുള്ള നിർത്താതെയുള്ള ചുമ, അസ്വസ്ഥതകൾ എല്ലാം മാറിയിരിക്കുന്നു. ഇതെല്ലാം മാതാവ് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹമായി ഞങ്ങൾ കരുതുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എൻ്റെ ഏകദേശം മാസത്തിൽ 12 കെട്ട് പത്രം ഞാൻ വിതരണം ചെയ്യാറുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി ഞാൻ എൻ്റെ ഡിഗ്നിറ്റി ഒന്നും നോക്കാറില്ല. എല്ലാ ഓട്ടോറിക്ഷപ്പേട്ടകളിൽ കൊണ്ട് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഞാനത് കൊടുക്കാറുണ്ട്. പലരും അത് സ്വീകരിക്കാറുണ്ട്, പലരും ചിലപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. എന്നാലും ഞാനത് സന്തോഷത്തോടു കൂടി ഏകദേശം 12 കെട്ട് പത്രത്തോളം ഞാൻ ഓരോ മാസം കൊണ്ടു കൊടുക്കാറുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. ബൈബിൾ വായന മുടക്കാറില്ല. ജോലി സംബന്ധമായി ഞാൻ പാലക്കാട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസം കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കാറില്ല. ഞായറാഴ്ചകളിലും സാധിക്കാവുന്ന ദിവസങ്ങളിലും ഞാൻ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. ഈശോയ്ക്കും ഈ സാക്ഷ്യം പറയാനായിട്ട് എനിക്കിവിടെ അവസരം തന്ന ഈശോയ്ക്കും പരിശുദ്ധ മാതാവിനും 1000 നന്ദി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിക്കുമെന്ന് നമുക്കറിയാമല്ലോ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വചനമാണ്. ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ വഴിയിൽ നടക്കാൻ ശ്രമിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ലതായാലും കഷ്ടതയായാലും നഷ്ടമായാലും വേദനയായാലും ഒടുവിലെല്ലാം നന്മയ്ക്കായി മാറ്റുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എല്ലാം തന്നെ നല്ലതെന്ന് എന്നല്ല, കഷ്ടപ്പാടുകൾ ആവശ്യമില്ല എന്നുമല്ല. ഈശോ നമ്മൾ മനസ്സിലാക്കാത്ത സാഹചര്യങ്ങളിലും നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ ആത്മീയ വളർച്ചയുടെ ഉദ്ദേശം നിറവേറ്റുന്നതിന് ഒടുവിൽ നമുക്കെല്ലാം നല്ലതായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ്. കഷ്ടങ്ങളുടെ നടുവിലും ഒരുപക്ഷെ നമ്മൾ ബുദ്ധിമുട്ടി നിൽക്കുമ്പോഴാണ് നമുക്കുള്ള ആ വിശ്വാസം നമുക്ക് ആവശ്യമായി വരുന്നത്, എല്ലാം നല്ലതിനാണ് എന്നുള്ളത്. നമുക്കിപ്പോൾ വേദനയായി തോന്നുന്ന കാര്യങ്ങൾ പോലും ദൈവത്തിൻ്റെ സന്നിധിയിൽ കാഴ്ചപ്പാടിൽ ഒരു വലിയ നന്മയുടെ ഭാഗമായിട്ടാണ് വരുന്നതെന്നാണ് ഓരോ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. സാർ ജോഷി AP നമ്മളോട് ഷെയർ ചെയ്തതും അങ്ങനെ തന്നെയാണ്. 3ാമത്തെ മകളുടെ ജനനത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി പീരീഡ് ആയിരുന്നു. ഒത്തിരി കോംപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞു കേട്ടു. കിഡ്നിയിലും വയറിലും വെള്ളം ഉണ്ടായിരുന്നു. ടെസ്റ്റ് ചെയ്തു. പിന്നീട് അവർ പറഞ്ഞു ജനിതക വൈകല്യമുണ്ട്, അതും ടെസ്റ്റ് ചെയ്തു. ഓരോ പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകില്ല. പക്ഷേ ഇവിടെ നല്ലൊരു ഉറച്ച വിശ്വാസമാണ്. ഞങ്ങൾ ഉടമ്പടിയിലാണ്, ഞങ്ങൾക്കൊന്നും പേടിക്കേണ്ട, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഓരോ പ്രാവശ്യം സാറ് പറഞ്ഞ അങ്ങനെയാണ്. എനിക്കൊന്നിനും ഒരു പേടിയില്ലായിരുന്നു. ജനിതക വൈകല്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും പേടിച്ചില്ല. കിഡ്നിയിലും വയറിലും വെള്ളമുണ്ടെന്ന്, കുഞ്ഞു കൊച്ചാണ്, വയറ്റിലുള്ള കൊച്ചിൻ്റെ കാര്യമാണ്. എന്നിട്ടും ഒരു ഭയത്തിൻ്റെ ഒരു കാര്യം വരുന്നില്ല ഇവിടെ. കാരണം നല്ല വിശ്വാസമാണ്, ഉടമ്പടിയിലാണ് എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം. ദൈവമെല്ലാം നമുക്ക് നല്ലതിനായിട്ട് മാറ്റിത്തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നീടുണ്ടായിരുന്ന പിന്നെ ബ്രെയിൻ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള 9ാം മാസത്തിൽ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നീടാണ് അമ്മയ്ക്കുണ്ടായിരുന്ന ലിവറിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞപ്പോഴാണ് ഈ സഹോദരൻ എനിക്കൊരു അടയാളം തന്ന് ഈ കൊച്ചിൻ്റെ ഒരു നല്ലൊരു ഒരു ഭാര്യയുടെ ഒരു സുഖപ്രസവത്തിനായിട്ട് പ്രാർത്ഥിച്ചത്. ഇതാണ് ഉടമ്പടി വിശ്വാസം. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം പോകുന്നു, കൈവിട്ടു പോകുന്നു എന്ന സമയത്തും ഉടമ്പടിയിലായിരിക്കുന്നു. ഞാൻ ഉടമ്പടിയിലാണ്, ഈശോയും അമ്മയും എൻ്റെ കൂടെയുണ്ട്, എന്നോട് ചേർന്ന് നിൽക്കുന്നു, എനിക്കെല്ലാം നല്ലതായിട്ട് തന്നെ നടത്തി തരുമെന്നുള്ള വിശ്വാസത്തോടെയാണ് ഈ മകൻ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെയാണ് ഈ മകൻ്റെ വിശ്വാസത്തോടെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അത് സകലതും നന്മയ്ക്കായി പരിണമിക്കുമെന്ന് പറഞ്ഞത് കറക്റ്റാണ്. ഈ സഹോദരൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഒരടയാളത്തിനായി പ്രാർത്ഥിച്ചു. നോർമൽ ഡെലിവറി തന്നെ. ഇത്രയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടും ഈശോയും അമ്മയും എല്ലാം നല്ല നോർമലായിട്ട് നടത്തി തന്നു.
പിന്നീട് മകൻ വെച്ച ഒരു കാര്യമുണ്ട്, എനിക്കൊരു അടയാളം വേണമെന്ന്. കൊച്ചു ജനിച്ചപ്പോഴേ അച്ഛൻ്റെ കണ്ണുകളിലേക്കാണ് നോക്കിയത്. ആ കണ്ണുകളിലൊരു വ്യത്യാസമാണ് ഈ അച്ഛന് പൂർണ്ണ വിശ്വാസമായത്. ഇത് ഈശോയും അമ്മയും കനി നൽകിയ ഒരു അനുഗ്രഹമാണെന്ന്, ഈ അടയാളമാണ് അമ്മ എന്ന ഒരു ഗിഫ്റ്റാണെന്ന് ഈ പൂർണ്ണ വിശ്വാസമായത്. ഇത്രയും വലിയ കോംപ്ലിക്കേഷൻസിൽ കൂടെ പോയിട്ടും അമ്മ സംരക്ഷിച്ച ഒരു കുട്ടിയാണെന്ന് ഈ അച്ഛന് മനസ്സിലായത്, പൂർണ്ണമായിട്ട് വിശ്വസിച്ചതിൻ്റെ ഒരടയാളം. നമ്മുടെ ജീവിതത്തിലും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പോകുന്ന സമയത്തും നമുക്ക് ഉറച്ച് വിശ്വസിക്കാം, ഈശോയും അമ്മയും സ്നേഹിക്കുന്നവരുടെ കൂടെ ജീവിതത്തിലൊന്നും വെറുതെ ആവില്ല, എല്ലാം ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. നമ്മൾക്ക് പൂർണ്ണ വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കൊന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാം നല്ലതിനായിട്ട് തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. ഈ വിശ്വാസത്തോടെ ഈശോയുടെയും അമ്മയുടെയും കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ജോഷിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.